ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാർക്കറ്റ് സൈക്കിൾസ് ഉപയോഗിച്ച് എങ്ങനെ പ്രോഫിറ്റബിളായി സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നൊരു വീഡിയോ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ സെക്കൻഡ് പാർട്ട്. Is it extremely needed to see the first part before seeing the second part എന്ന് ചോദിച്ചാൽ അല്ല. സെക്കൻഡ് പാർട്ടിൽ നമ്മളൊരു വേറൊരു ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റിസർച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിയിട്ട്, അല്ലെങ്കിൽ മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സ് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഒരു ട്രേഡബിൾ എൻവിറോൺമെൻ്റ് ആണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ നോൺ ട്രേഡബിൾ എൻവിറോൺമെൻ്റ് ആണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ ചോപ്പി ആയിട്ട് എൻവിറോൺമെൻ്റ് ആണോ നമുക്കുള്ളത് എന്നൊക്കെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അതിനുശേഷം മേ ബി നമുക്ക് അതൊരു ബേസിക് സ്റ്റഡിയാണ്. ആ സ്റ്റഡിക്ക് ശേഷം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ പാരാമീറ്റേഴ്സിൽ കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിലൂടെ നമുക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഇൻഡെക്സ് സ്റ്റഡിയാണ് ചെയ്തത്. മോസ്റ്റ്ലി നമ്മൾ ചെയ്തത് എനിക്ക് തോന്നുന്നു നിഫ്റ്റി, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബ്രെഡ്ത്തിലേക്ക് കിടക്കുന്നു. സോ ബ്രെഡ്ത്ത് എന്ന മെട്രിക്സ് ഇവിടെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്രെഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബോവ് മൂവിങ് ആവറേജസ് ആണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ പല വീഡിയോകളായിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഡെഫിനറ്റ്ലി മൂവിങ് ആവറേജ് ബ്രെഡ്ത്താണ്. ബ്രെഡ് പല രീതിയിലുള്ള ബ്രെഡ്സ് ആൾക്കാർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മൂവിങ് ആവറേജ് ബ്രെഡ്ത്താണ്. ബിക്കോസ് ഇറ്റ് വർക്ക്സ് ഫോർ മീ ആൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഈസിയർ ഫോർ മീ ഐ ഗെസ്. ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഡീപ്പ് ഡൈവ്സ് ചെയ്തിട്ടിരിക്കുന്നത് ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബോവ് മൂവിങ് ആവറേജ് എന്ന ബ്രെഡ്ത്തിലാണ്. സോ ഇറ്റ് ഈസ് ദാറ്റ് വർക്ക്സ് ഫോർ മീ. പക്ഷേ നിങ്ങൾക്ക് ഈ ബ്രെഡ്ത്ത് എന്നൊക്കെ സംഭവം എന്ന കാര്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രെഡ്ത്ത് മെട്രിക്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. അതിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൺവിൻസിങ് ആയി നിങ്ങൾക്ക് ഒന്ന് വേറെ ഏതെങ്കിലും ബ്രെഡ്ത്ത് മെട്രിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. കാരണം ലോട്ട് ഓഫ് അതർ ബ്രെഡ്ത്ത് മെട്രിക്സ് ആർ ദെയർ ഇൻ ദ മാർക്കറ്റ്. സോ അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആസ് വെൽ ആസ് ലാസ്റ്റ് വീഡിയോസ് റീക്യാപ്സ്. സോ നമ്മൾ നെക്സ്റ്റ് ബ്രെഡ്ത്ത് അനാലിസിസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു 3 തരത്തിൽ നമുക്ക് മാർക്കറ്റിനെ തിരിക്കാം. നമ്മളിത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഇവിടം മുതൽ ഇവിടം വരെ ഈ ഒരു സമയം ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ മാർക്കറ്റ് ഇവിടെയെല്ലാം സ്മോൾ ക്യാപ്പ് 10 പീരിയഡ് മൂവിങ് ആവറേജ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ആസ് ലോങ് ആസ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓർ മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സ് ഈസ് ബിലോ ദ 10 പീരിയഡ് മൂവിങ് ആവറേജ് നമ്മൾ ഒരു ട്രേഡും ഇനീഷ്യേറ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സീനിയോറിറ്റീസ് സെല്ലിംഗ് പ്രഷർ കൂടുതലായിരിക്കും. നമ്മൾ ട്രേഡ് എടുത്താൽ കൂടെ ഇപ്പോൾ നല്ല സെറ്റപ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏത് സെറ്റപ്പ് ആയിക്കോട്ടെ, ബ്രേക്ക് ഔട്ട്സ് ആയിക്കോട്ടെ, പുൾ ബാക്ക് ട്രേഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ടുള്ളൊരു ബൈയിങ് സിസ്റ്റം ആയിക്കോട്ടെ, ഏതായാലും ഇങ്ങനൊരു എക്സ്ട്രീംലി ഹാർഷ് സെല്ലിംഗ് സിനാരിയോ വരുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ മാറി നിൽക്കാനായിരിക്കും നിൽക്കുക എന്നതായിരിക്കും ബെസ്റ്റ് തിങ്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ ഹൗ മെനി ഡേയ്സ്, 15 ദിവസം, അതായത് സ്റ്റാർട്ടിങ് ഫ്രം 17th നവംബർ ടിൽ 8th of December നമ്മൾ ഒറ്റ ട്രേഡും ചെയ്യരുത് ഐഡിയലി. സോ കാരണം അഥവാ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൈം പീരീഡിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ട്രേഡ്സൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദം വുഡ് ഹാവ് ബീൻ നെഗറ്റീവ് ഓർ ലോസസ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് അതിപ്പോൾ പൊങ്ങി വരുന്നു വിചാരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസും വെക്കാതെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ആ ട്രേഡ് ആ ഒരു സ്റ്റോക്ക് നിങ്ങൾ കൈ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്വിംഗ് ട്രേഡിംഗ് അല്ല പറയുക. അത് മേ ബി ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഒരു അനാലിസിസും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെയാണ് നിങ്ങളത് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്യാംബ്ലിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പക്ഷേ സ്വിംഗ് ട്രേഡിംഗ് ഡസ് നോട്ട് വർക്ക് ലൈക്ക് ദാറ്റ്.
സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് പ്രോസസ്സ് വേണം. സോ പ്രോസസ് ഓവർ പ്രോഫിറ്റ്സ് എന്നാണ് മിക്ക ബെറ്റർ സ്വിംഗ് ട്രേഡേഴ്സും പറയുന്നത്. അതായത് നമുക്കൊരു പ്രോസസ്സ് ഉണ്ടാവണം സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ. അതായത് ലെറ്റ്സ് മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് ഇസ് എക്സ്, അതായത് എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാൽ എന്നാണ് മാർക്കറ്റ് എൻവിറോൺമെൻറ്റ്. എക്സ് എന്നുള്ള മാർക്കറ്റ് എൻവിറോൺമെൻറ്റ്, അതായത് ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് നമ്മൾ ട്രേഡ് ചെയ്യില്ല. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് അവർ പ്രോസസ്. ദെൻ വൈ എന്നുള്ള മാർക്കറ്റ്, അതായത് അപ് ട്രെൻഡിങ് മാർക്കറ്റ് എൻവിറോൺമെൻ്റ് ആണ് നമുക്ക് നമ്മുടെ സ്റ്റഡീസിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ട്രേഡ് ചെയ്യും. ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും ദിസ് ഇസ് എ പാർട്ട് ഓഫ് പ്രോസസ്, റൈറ്റ്? പ്രോസസ് എന്താണ്? ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് കറക്റ്റാണോ? അതെ, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് കറക്റ്റാണ്, മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, ഓക്കെ. അടുത്ത എന്താ? സ്റ്റോക്സ് സെറ്റപ്സ് ഉണ്ടോ? സ്റ്റോക്ക് സെറ്റപ്സ് ഉണ്ടോ നമുക്ക് ട്രേഡ് ചെയ്യാൻ? സ്റ്റോക്ക് സെറ്റപ്സ് ഉണ്ട്, ഓക്കെ. സെക്കൻഡ് പാർട്ട് ഈസ് ഡൺ. പിന്നെ തേർഡ് പാർട്ട്, സ്റ്റോക്ക് സെറ്റപ്പിൽ നിന്ന് നമുക്ക് നല്ല ലോ റിസ്കിൽ നമുക്ക് എൻട്രീസ് കിട്ടുന്നുണ്ടോ? യെസ്, ലോ റിസ്ക് എൻട്രീസ് കിട്ടുന്നുണ്ട്, ഓക്കെ. തേർഡ് പാർട്ട് ഈസ് ഡൺ. ലോ റിസ്ക് എൻട്രീസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നുണ്ടോ? ആൻഡ് ആ ലോ റിസ്ക് എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. അതിനാണ് നമ്മൾ ലോ റിസ്ക് എൻട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അപ്പോൾ ആ ട്രേഡ് മാനേജ്മെൻറ്റിന് വേറൊരു പ്രോസസ്സ് ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് നോക്കി, സെറ്റപ്സ് നോക്കി, ലോ റിസ്ക് എൻട്രി നോക്കി, ട്രേഡ് മാനേജ്മെൻറ്റ് നോക്കി, ഈ 4 ക്രൈറ്റീരിയ നിങ്ങൾ നോക്കിയെന്ന് വെച്ചോ. ഈ 4 ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് ഈ 4 ക്രൈറ്റീരിയയിൽ ഓരോന്നിൻ്റെ അകത്തും വീണ്ടും നമുക്ക് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് ഉണ്ടാവും, റൈറ്റ്? സോ ഇൻസെപ്ഷൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഡ്രീം ഇൻസൈഡ് ഡ്രീം എന്ന് പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ടൽ നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓവർവ്യൂവിൽ 4 ക്രൈറ്റീരിയ ഉണ്ട്. ചിലപ്പോൾ ആ 4 ക്രൈറ്റീരിയയിൽ ഓരോ ക്രൈറ്റീരിയൻ്റെ ഉള്ളിലും വേറെ 3 ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, 4 ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, നമുക്കൊന്നും കൂടെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ്, നിങ്ങൾ റിസ്ക് ഇപ്പോൾ അറ്റ് ദ എൻഡ് നമ്മൾ പറഞ്ഞു ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞു, ആ ട്രേഡ് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ നമുക്കൊരു ക്രൈറ്റീരിയ വേണം, എത്ര ശതമാനം സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത്. സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ബ്രോക്കർ, നമ്മുടെ കൈറ്റ് അല്ലെങ്കിൽ സീറോദി നമ്മൾ ഉപയോഗിക്കുന്ന സീറോദി പോയിട്ട് നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കണം. GTT ഓർഡർ സെറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ മാർക്കറ്റിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പ്രോഫിറ്റ്സ് സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്കൊരു പ്രോസസ്സ് വേണം. ഇപ്പോൾ അതാണ് പറയുന്നത്, ഇപ്പോൾ ലെറ്റ്സ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 5%, 4%. അപ്പം നിങ്ങളെ ഒരു ഐഡിയ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 10% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇങ്ങോട്ട് വെക്കുന്നു, ബ്രേക്ക് ഈവനിലേക്ക് വെക്കുന്നു. ഈ 10% ശേഷം ഒരു 10 പീരീഡ് ഓർ 5 പീരീഡ് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ദാറ്റ് ഹാസ് ബീൻ ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക്, അതിൻ്റെ ഇത്ര ശതമാനം നമ്മൾ വിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രോസസ്സ് ഉണ്ടാക്കുന്നത് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 4ാമത്തെ ഇതായിരുന്നു നമുക്ക് ലോ റിസ്ക് എൻട്രി വിത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ സ്റ്റോപ്പ് ലോസിന് ശേഷം അതിനകത്ത് വീണ്ടും നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യാണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഒരു ഫുൾ പ്രൂഫ് ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ നമ്മൾ പറഞ്ഞ് കാർഡ് കയറി നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. സോ അഗെയിൻ വി ആർ ബാക്ക് ടു ടോപ്പിക്. സോ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ റീക്യാപ്പ് പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. ആൻഡ് ഐഡിയൽ കേസ് സിനാരിയോ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ കൂടുതൽ ട്രേഡ് എടുക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ കൂടുതൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം, പക്ഷേ ഇവിടെയും കൂടുതൽ ട്രേഡൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനാണ് നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകുന്നത്. സോ നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസിൽ പോകുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 50 DMA ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി എടുത്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ഐഡിയൽ കേസ് സിനാരിയോ ഫോർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 50 DMA ഷുഡ് ബി അറ്റ്ലീസ്റ്റ് അബവ് 40 ഓർ 50 ആണ് ബെറ്റർ, അല്ലേ? അതായത് 50ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സ്റ്റഡീസ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം ഒരുപാട് സെറ്റപ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 50 പീരിയഡ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ 2-3 വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ടോട്ടൽ NSE എന്ന ഒരു എക്സ്ചേഞ്ചിൽ ടോട്ടൽ 1000 സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനം സ്റ്റോക്സാണ് അതിൻ്റെ 50 പീരിയഡ് മൂവിങ് ആവറേജിന് മുകളിലുള്ളത് എന്ന ഒരു പ്ലോട്ടിംഗ് ആണ് നമുക്ക് കാണുക. അത് ഡെയിലി പ്ലോട്ടിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ 25-ാം തീയതി NSEയിലെ
എല്ലാ സ്റ്റോക്സിലും കൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 75% സ്റ്റോക്സും അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ആണ് മാർക്കറ്റ് എന്നല്ലേ, റൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയ് 9 നോക്കുകയാണെങ്കിൽ 40% സ്റ്റോക്സും അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറിന് മുകളിലാണ്. അതായത് 60% സ്റ്റോക്സ് അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറിന് താഴെയാണ്. സോ ഐഡിയൽ കേസ് സിനാരിയോ എന്താണ്? അറ്റ്ലീസ്റ്റ് 40 or 45% ഓഫ് 50 സ്റ്റോക്സ് ഷുഡ് ബി അബോവ് ദർ 50 പീരീഡ് മൂവിങ് ആവറേജ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് നല്ല സെറ്റപ്സും കാര്യങ്ങളും മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ആണ്. അല്ലെങ്കിൽ വളരെ കുറവ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 1000 സ്റ്റോക്സ് ഉണ്ട്, അതിൽ 50 ഒരു 500-600 സ്റ്റോക്സും അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ 600 സ്റ്റോക്സും പല ട്രേഡേഴ്സിൻ്റെയും കണ്ണിലുണ്ടാവും. അപ്പോൾ പലരും പല സ്റ്റോക്സ് ട്രേഡ് ചെയ്യാൻ പല സെറ്റപ്സും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിന് പകരം ഒരു 200 സ്റ്റോക്സ് ഉള്ളെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്സിൻ്റെ എണ്ണം കുറഞ്ഞു. 200 സ്റ്റോക്സ് 50 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ. അപ്പോൾ ഈ 50 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലുള്ള സ്റ്റോക്സ് മാത്രമേ മോസ്റ്റ് ഓഫ് ദി ഗുഡ് സ്വിംഗ് ട്രേഡേഴ്സ് നോക്കുള്ളൂ. അപ്പം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഇൻവെസ്റ്റ് മണി ഇൻ ദ സ്റ്റോക്സ് അവർ നോക്കുള്ളൂ. അപ്പം ആ 50 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ 500-ൽ നിന്ന് 200 ആയി കഴിഞ്ഞാൽ അത് വെറും 20% സ്റ്റോക്സ് മാത്രം 50 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 20% സ്റ്റോക്സ് എല്ലാവരെയും കണ്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസസും അവിടെ കൂടുതലാണ്, അല്ലേ? അത് നമുക്ക് പല പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റിൽ ഓൾറെഡി ബൈയിങ് വരുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാർക്കറ്റിലേക്ക് വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഈ 20% ഓഫ് ദ സ്റ്റോക്സ് ആർ ഓൺലി അബവ് ദ 50 പീരീഡ് മൂവിങ് ആവറേജ്. അതുകൊണ്ട് തന്നെ ഈ ഓൾറെഡി 50% ഈ 20% സ്റ്റോക്സ് അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന 20% സ്റ്റോക്സിൽ ചിലപ്പോൾ ബൈയിങ് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈസ് ആണെന്ന്, ചിലപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി DIIs, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നുണ്ടാവും. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നുണ്ടാവില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അത് എൻ്റെ ഉദരം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 50ക്ക് താഴെയാണ് അല്ലെങ്കിൽ 45ക്ക് താഴെയാണ് പെർസെൻറ്റ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 50 പീരീഡ് മൂവിങ് ആവറേജ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ഫോർ ദ മാർക്കറ്റ്. ആൻഡ് നമ്മളത് മാർക്കറ്റിനെ അവിടെ വാങ്ങുന്നത്, നമ്മളവിടെ ബൈയിങ് മാർക്കറ്റിൽ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നത് വളരെ മോശമായിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി റിസ്കി. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് സ്റ്റോക്സ് 50 പീരീഡ് മൂവിങ്. അത് ടോപ്പ് മെയ് 19, ജൂൺ 11. ഇതിന് ശേഷം ഇറ്റ്സ് കോൺസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ, അല്ലേ? ഇറ്റ്സ് കോൺസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ. അതുപോലെ ഒരു സ്ട്രെങ്ത്തും മാർക്കറ്റിൽ കാണുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് നിഫ്റ്റി പരിശോധിച്ച് നോക്കുമ്പോൾ നോക്കൂ, നിഫ്റ്റി ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു സെപ്റ്റംബർ 18-19 സമയങ്ങളിൽ 50 സ്റ്റോക്സ് ഓവർ 50 പീരീഡ് മൂവിങ് ആവറേജ് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിഫ്റ്റി വീണ്ടും ഒക്ടോബർ 29 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒക്ടോബർ 28 സമയത്ത് നമുക്കൊരു ലോ ആണ്. ഈ ഹൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോ ആണ് നമുക്ക് സ്റ്റോക്സ് ഓവർ 50 പീരീഡ് മൂവിങ് ആവറേജിൽ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ എന്താണ്, നമുക്ക് ഓൾറെഡി ഡൈവേർജൻസ് ആണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഇപ്പം ബ്രെഡ് മെട്രിക്സും നിഫ്റ്റി നമ്മൾ ഡൈവേർജൻസ് ആണ് കാണുന്നത്. വീണ്ടും നിഫ്റ്റി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു ഹൈ, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ഹൈ. അപ്പം നവംബർ 20 ഒരു ഹൈ വീണ്ടും നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. വീണ്ടും നവംബർ 17, 18 സമയത്ത് ഇവിടെ ഒരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ആയത്. അപ്പോൾ നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഹയർ ഹൈ 27 ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ ലോവർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത് 28. സോ ബ്രെഡ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റി മുകളിലോട്ട് വന്നിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ബ്രോഡർ മാർക്കറ്റ് ഭയങ്കര വീക്കാണ്. ആകെ നിഫ്റ്റിയിൽ കുറച്ച് വലിയ ഭീമന്മാരായ സ്റ്റോക്സ് 2, 3, 4 ആയിരിക്കും നിഫ്റ്റിയിൽ ഉണ്ടാവുക. അവരായിരിക്കും ചിലപ്പോൾ നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ വളരെയധികം മോശമാണ്. സോ ഐഡിയൽ കേസ് സിനാരിയോ ഇതിങ്ങനെ പോയി നിഫ്റ്റി നല്ലൊരു കറക്ഷൻ വരണം. കാരണം ബ്രെഡ് ഓൾറെഡി കറക്ഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു കറക്ഷൻ നിഫ്റ്റിയിൽ വന്നിട്ടില്ല. പക്ഷേ നിഫ്റ്റി വിൽ ക്യാച്ച് അപ്പ് ടു ദ ബ്രെഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഐഡിയലി നിഫ്റ്റി ഇനിയും കുറച്ചുകൂടെ താഴെ വന്ന് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഈ ബ്രെഡ് മെട്രിക്സും നിഫ്റ്റി തമ്മിലൊരു ചെറിയൊരു കോറിലേഷൻ പോലെ വരും. അതിന് ശേഷമായിരിക്കാം നമുക്ക് മുകളിലേക്കൊരു സ്ട്രോങ് മൂവ് ബ്രെഡ് മെട്രിക്സിൽ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. സോ എന്താണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഐഡിയലി ഒരു
സ്റ്റോക്സ് ഇപ്പോൾ 50 പീരീഡ് മൂവിങ് ആവറേജ് 45 മുകളിൽ അല്ലെങ്കിൽ 50 മുകളിലോ സസ്റ്റെയിൻ ചെയ്യണം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? സസ്റ്റെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ട്രേഡ് ചെയ്യരുത്. അല്ലെങ്കിൽ മേ ബി ഇവിടെ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്തിരുന്നു സെപ്റ്റംബർ 15-16 സമയത്ത്. ആ സമയത്ത് മേ ബി ഇഫ് എനി ട്രേഡ്സ് വർ ദർ വി ക്യാൻ ട്രൈ. അതിനുശേഷം ഇറ്റ്സ് എക്സ്ട്രീംലി ചോപ്പി ആൻഡ് നത്തിങ് വാസ് ഹാപ്പനിങ് ഹിയർ. സോ സെപ്റ്റംബർ 18-19 അല്ലെങ്കിൽ ഓക്കെ ലെറ്റ്സ് ടേക്ക് സെപ്റ്റംബർ 24, അതിനുശേഷം നമ്മൾ ഐഡിയലി ട്രേഡൊന്നും ചെയ്യരുത്. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറഞ്ഞാൽ നോക്കിയേ, സെപ്റ്റംബർ 24 ഇവിടെ ഓൾറെഡി ബ്രേക്ക് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 23 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ. അതിനുശേഷം പിന്നെ ഈ ഒരു വലിയൊരു മൂവ് മുകളിലേക്ക് വന്നു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 6th ഒക്ടോബർ മുതൽ 30th ഒക്ടോബർ വരെ. അപ്പോൾ 6th ഒക്ടോബർ എന്നാ 6th ഒക്ടോബർ മുതൽ 30th ഒക്ടോബർ വരെ. ഇത് എല്ലാം ബിലോ 50 ആണ് ഈ ഒരു മൂവ് നടക്കുന്നത് അല്ലേ. 6th ഒക്ടോബർ ഈ ഒരു മൂവ് വന്നെങ്കിലും സ്റ്റോക്സ് ഇപ്പോൾ 50 പീരീഡ് മൂവിങ് ആവറേജ് മൂവ് ചെയ്യുന്നില്ല. ഇവിടുത്തെ കിടന്ന് ചോപ്പ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലേ. എങ്കിൽ ഇഫ് വി ഹാഡ് സോ ക്യാഷ് ഈസ് ഓൾസോ പൊസിഷൻ എന്നാണ് മിക്ക ട്രേഡേഴ്സും പറയുന്നത്. അതായത് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാതെ നമ്മുടെ ക്യാഷ് കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ ക്യാഷ് ഈസ് ഓൾസോ പൊസിഷൻ. കാരണം നമ്മളൊപ്പം ട്രേഡ് ചെയ്യുന്ന ഒരുപാട് അമേച്ചറായ ആൾക്കാർ ഈ സമയങ്ങളിലും കാരണം ഇവർ ചിലപ്പോൾ ഈ സമയങ്ങളിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ട്രാക്ഷൻ അവർക്ക് കിട്ടിക്കാണുമായിരിക്കാം. ആ സമയങ്ങളിൽ അപ്പോൾ അവർ ട്രേഡ് ചെയ്തു, അവർക്ക് ചെറിയ ട്രാക്ഷൻ കിട്ടി. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ സെയിം തിങ് ഈസ് ഹാപ്പനിങ്, വീണ്ടും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മുകളിലേക്ക് പോകാൻ നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ബിനീത്ത് ദ സർഫസ് എന്താ സംഭവിക്കുന്നത്? വളരെയധികം മോശമായിട്ടുള്ളൊരു കണ്ടീഷനാണ് സ്റ്റോക്സിലൊക്കെ സംഭവിച്ചത്. കാരണം സ്റ്റോക്സ് ഒന്നും അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതിവിടെ കിടന്ന് ചോപ്പ് ചെയ്ത് വീണ്ടും എക്സ്ട്രീംലി ഒരു ബാഡ് കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ നിഫ്റ്റിനെ നമ്മൾ നോക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിഫ്റ്റിയെ നമ്മൾ ഒരിക്കലും നോക്കി നിഫ്റ്റിനെ റെഫറൻസ് ചെയ്ത് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്തത്. കാരണം നിഫ്റ്റി എന്താണ് ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹയർ ഹൈസ് അടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഓൾ ടൈം ഹൈ ഇവിടെ ആയിരുന്നു, ഓൾ ടൈം ഹൈ വരെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ബിനീത്ത് സർഫസ് സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സ്ട്രീം ബ്ലഡ് ബാത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നത്തിങ് ഈസ് വർക്കിംഗ് ദെയർ. നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡുകൾ എല്ലാം ലോസ് ആവാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ് അല്ലേ. സോ മേ ബി ഐ ഡോണ്ട് നോ, ഈ 2008 അങ്ങനത്തെ അല്ലെങ്കിൽ 2020 അങ്ങനത്തെ ലെവലിലേക്ക് മാർക്കറ്റ് മേ ബി വീഴാം, അറിയില്ല. കാരണം അത്രയും മോശമായ കണ്ടീഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇത് വീഴുന്നല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വീഴുന്നല്ല. പക്ഷേ 2026 ഒരു ഫസ്റ്റ് ഹാഫ് വരെയെങ്കിലും നമ്മൾ കുറച്ച് അലേർട്ടായിട്ട് നമ്മൾ ഇരിക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തും സംഭവിക്കാം. കാരണം മാർക്കറ്റ് ഓൾറെഡി വീക്കാണ്, പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയും വീഴാം അല്ലേ. നിഫ്റ്റി വീണ് കഴിഞ്ഞാൽ നിഫ്റ്റിയും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരുമിച്ച് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കോറിലേഷൻ വീണ്ടും വരും തമ്മിൽ. അതിനുശേഷം ആ ഒരു കോറിലേഷൻ വന്നതിന് ശേഷം മാത്രമേ വീണ്ടും മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന സെക്കൻഡ് അനാലിസിസ് ഫോർ എൻവയോൺമെൻറ്റൽ സ്റ്റഡി. സോ മാർക്കറ്റ് സൈക്കിൾ സ്റ്റഡി, റൈറ്റ്. സോ മാർക്കറ്റ് സൈക്കിൾ എപ്പോഴും നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്പ് മൂവ് ഉണ്ടെങ്കിൽ അതിന് ഡൗൺ മൂവ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ജൂൺ ജൂലൈ സമയത്തൊക്കെ ഒരു അപ്പ് മൂവ് വന്നു, പിന്നെ ഒരു ഡൗൺ മൂവ് വന്നു, പിന്നെ ഒരു അപ്പ് മൂവ് വന്നു, പിന്നെ ഒരു ഡൗൺ മൂവ് വന്നു, പിന്നെ ഒരു അപ്പ് മൂവ് വന്നു, പിന്നെ ഒരു ഡൗൺ മൂവ് വന്നു, പിന്നെ ചെറുതായിട്ട് അപ്പാൻ ശ്രമിച്ച് നടന്നില്ല, പിന്നെ ഒരു അപ്പ് മൂവ് വരും. അവിടെ ഇനി വരുന്ന അപ്പ് മൂവിലായിരിക്കണം നമ്മൾ കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ ചോപ്പിനെസ്സിനുള്ളിലല്ല നമ്മൾ കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. ഈ ചോപ്പിനെസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കാശ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മളുള്ള കാശും കൂടെ പോവുകയുള്ളൂ. കാരണം ഓൾറെഡി മാർക്കറ്റ് ഭയങ്കര വീക്കാണ്, റൈറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സൈക്കിൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് നമ്മൾ ഡെയിലി മാർക്കറ്റ് സൈക്കിളാണ് നോക്കുന്നത്. മേ ബി വീക്ക്ലി മാർക്കറ്റ് സൈക്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഇൻസൈറ്റ് കിട്ടും. മന്ത്ലിയിൽ പോയി ഒരു വേറെ ഇൻസൈറ്റ് കിട്ടും. ക്വാർട്ടർലിയിൽ പോയി കഴിഞ്ഞാൽ വേറെ ഇൻസൈറ്റ് കിട്ടും. മേ ബി ഇയർലി മാർക്കറ്റ് സൈക്കിൾ നോക്കിയാൽ യു വിൽ ഗെറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് കിട്ടും, റൈറ്റ്. അപ്പോൾ ഈ മാർക്കറ്റ് സൈക്കിൾ ഈ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെല്ലാ മാർക്കറ്റ് സൈക്കിളും കൂടെ ഒരുമിച്ച് കോറിലേറ്റ് ചെയ്ത് ഒരു അപ് ട്രെൻഡ് തരില്ലേ, ആ സമയത്താണ് ഐഡിയൽ കേസ് സിനാരിയോ ടു ട്രേഡ്. അതായിരിക്കും ആ സമയം. അങ്ങനെ ആ സമയങ്ങളാണ് 2020, 2021 ബുൾ മാർക്കറ്റ്, അല്ലെങ്കിൽ 2001, 2004 2001, 2002
ബുൾ മാർക്കറ്റ്. അതുപോലെ തന്നെ 2009 കുറച്ച് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. 2008 മാർക്കറ്റ് കഴിഞ്ഞിട്ട്. അപ്പം ഇതാണ് നമ്മൾ എക്സ്ട്രീംലി ഗ്രേറ്റ് മാർക്കറ്റ് ട്രേഡ്. അതായത് എന്ത് വാങ്ങിയാലും മുകളിലേക്ക് പോകുന്ന അവസ്ഥ. 2020 ആ കൊറോണ ഫോളിന് ശേഷം ട്രേഡ് ചെയ്തവർക്കൊക്കെ അറിയാം, എന്ത് വാങ്ങിയാലും മുകളിലേക്ക് പോകും. ഇറ്റ്സ് അനദർ ഗ്രേറ്റ് സ്റ്റോറി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷെ അതല്ല, മാർക്കറ്റ് സൈക്കിൾ ആ സമയം എന്തായാലും പോസിറ്റീവ് ആയിരുന്നു. മാർക്കറ്റ് സൈക്കിൾ പോസിറ്റീവ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്റേണൽ മെട്രിക്സസ് ആയിരിക്കാം. പക്ഷെ നമുക്കെന്താ, ആസ് എ ട്രേഡർ നമ്മളെന്താ നോക്കേണ്ടത്, മാർക്കറ്റ് സൈക്കിൾ എപ്പോൾ പോസിറ്റീവ് ആണെന്ന് നോക്കുക. അതിന് ശേഷം മാർക്കറ്റ് സൈക്കിൾ പോസിറ്റീവ് ആയതിനു ശേഷം നമുക്ക് പോസിറ്റീവായ മാർക്കറ്റ് സൈക്കിളിന് ഒപ്പം ആ സെയിം ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2022 മോശമില്ലാത്തൊരു ഇയർ അല്ല. 2022 നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ചെറിയ ട്രേഡബിൾ റാലി വന്നിരുന്നു 2022. അപ്പോൾ 2025 നോക്കുമ്പോൾ ആസ് കമ്പയർ ടു 2022 ഇറ്റ് ഈസ് വെരി 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 ബാഡ്. പിന്നെ 2023 നല്ലൊരു മാർച്ചിന് ശേഷം നമുക്ക് 2023 മാർച്ചിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റ് സൈക്കിളിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സൈക്കിളും നമ്മൾ മാർക്കറ്റ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം മാർക്കറ്റ് സൈക്കിളാണ് ഇതെന്ന് വെച്ചോ. ഇതൊരു ലോങ് ടേം മാർക്കറ്റ് സൈക്കിളാണ്. ഈ ലോങ് ടേം മാർക്കറ്റ് സൈക്കിളിനുള്ളിൽ നമ്മൾ എന്താണ്, ഈ ഒരു അപ് ട്രെൻഡ്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ ഒരു അപ് ട്രെൻഡാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു അപ് ട്രെൻഡിനകത്തും നമുക്ക് ഷോർട്ട് ടേം സൈക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയായിരിക്കും ഇത് അപ് ട്രെൻഡിൽ എത്തുന്നത്, അല്ലേ? സോറി, മൈ ബാഡ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഷോർട്ട് ടേം സൈക്കിൾ, ഇപ്പോൾ ഇത് ലോങ് ടേം അപ് ട്രെൻഡിൻ്റെ ഉള്ളിൽ ഒരു ഷോർട്ട് ടേം സൈക്കിൾ ഉണ്ട്. ആ ഷോർട്ട് ടേം സൈക്കിളിൻ്റെ ഉള്ളിൽ ഉള്ള അപ് ട്രെൻഡ് ഇല്ലേ, ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്. വീണ്ടും ലോങ് ടേം അപ് ട്രെൻഡിൻ്റെ ഉള്ളിൽ, ഒബ്വിയസ്ലി ലോങ് ടേം അപ് ട്രെൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം, നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ഉള്ളിലും ട്രേഡബിൾ റാലീസ് ഇതിൻ്റെ ഉള്ളിൽ 1, 2, 3 ഇതുപോലെ തന്നെ വരും. ഇതാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനും ഈ ഒരു റിവേഴ്സ് ഓർ പുൾ ബാക്സ് വരുന്നുണ്ടല്ലോ ഈ അപ് ട്രെൻഡ്സിൽ. ലോങ് ടേം അപ് ട്രെൻഡ്സിനുള്ളിൽ ചെറിയ പുൾ ബാക്സ് വരും. ഈ പുൾ ബാക്സിൽ നിന്നും നമ്മൾ മാറിക്കാൻ ശ്രമിക്കണം. അതും എങ്ങനെയാണ് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് കോംപ്ലക്സ്. ഒബ്വിയസ്ലി നമ്മൾ കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് ലോസസ് മേടിച്ച് പിന്നെ തിരിച്ചു പോകുന്നു. ഇപ്പോൾ എല്ലാവരും വന്ന് ഒരുപോലെ കാശുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വോണ്ട് ബി ഈസി, റൈറ്റ്? ബിക്കോസ് ഇവിടെ ഈസി മണി എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് ടഫ് ആവാൻ ആൾക്കാർക്ക് ഒരുപാട് കാശ് പോകാനും പ്രോഫിറ്റ് കൂടുതൽ. കാരണം ഈസി മണി എന്ന രീതിയിൽ വരുന്ന ഒരു ക്ലിക്കിൽ നമുക്ക് ബൈ ചെയ്യാം, ഒരു ക്ലിക്കിൽ നമുക്ക് സെല് ചെയ്യാം. ഈസി മണി എന്ന ഒരു തോട്ടോടെ ആൾക്കാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ കാശ് പോവും. പക്ഷേ വെറ്ററൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരുപാട് മാർക്കറ്റ് സൈക്കിളും കാര്യങ്ങളും കണ്ട് ആ സൈക്കിളൊക്കെ പഠിച്ച് അത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ഒരുപാട് വെറ്ററൻ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഈ ഈസി മണി വിചാരിച്ച് വരുന്ന ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് അവർ കാശ് അവരുടെ പോക്കറ്റിലേക്ക് എടുക്കും. അതിനാണ് ബേസിക്കലി ഈസി മണി വിചാരിച്ച് വന്നിട്ട്, ഇനീഷ്യലി നമ്മൾ ഈസി മണി വിചാരിച്ച് വന്നിട്ട് പിന്നെ ഇതെല്ലാം കളി വേറെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു മാർക്കറ്റിന് ട്യൂഷൻ ഫീ കൊടുക്കുന്ന പോലെ ഒരു 1-2 കൊല്ലം കുറച്ച് വാശൊക്കെ കളഞ്ഞ് പിന്നെ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവർ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഡെഫിനറ്റ്ലി 1-2-3 കൊല്ലം കഴിഞ്ഞ് അവർ മാർക്കറ്റിന് പുറത്തു പോകും, അവർ നിർത്തും. ദേ മൈറ്റ് സേ ദാറ്റ് this is gambling and you can't make money out of the market, right? So ഇന്നത്തെ ദിവസം ഒന്ന് നിങ്ങൾ നോക്കിയേ, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഫോഴ്സ് കണ്ടോ? ഇത് സ്ട്രെയിറ്റ് ഫോൾ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും വീഴാനുള്ള പ്രോബിലിറ്റിയാണ് ഉള്ളത്. വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വീഴാൻ ചാൻസ് ഇല്ല. പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇത്രയും വീക്കാണ്, അല്ലേ? നിഫ്റ്റി നോക്കി നിങ്ങൾ, നിഫ്റ്റി നിയർ ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിഫ്റ്റിക്കും ചെറിയ കറക്ഷൻ വരണം എന്നാണ് എൻ്റെ ഒരു അനാലിസിസ് എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഒന്നുകൂടി പറയാൻ, നിഫ്റ്റി നോക്കിയിട്ട് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കരുത്. അറ്റ്ലീസ്റ്റ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിയിട്ട്
അല്ലെങ്കിൽ സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വിംഗ് ട്രേഡിംഗ് ഡിസ്റ്റൻസ് എടുക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാനുള്ള പ്രോബിലിറ്റി കൂടുക അല്ലേ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും വരാൻ കുറച്ച് കോംപ്ലക്സ് ആയ ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസിൽ എന്നെ അറിയിക്കണം. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.